ചൈനയിലെ ചോങ്ചിങ് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം വിചിത്രമായൊരു മത്സരം നടന്നു. 8 മണിക്കൂർ തുടർച്ചയായിട്ട് മൊബൈൽ ഫോണോ സ്മാർട്ട് ഡിവൈസസ് ഉപയോഗിക്കാൻ പാടില്ല. 100 പേര് മത്സരത്തിന് ചേർന്നെങ്കിലും 10 പേര് മാത്രമേ സെലക്ട് ചെയ്യപ്പെട്ടുള്ളൂ. അതിൽ ഒരു പെൺകുട്ടിക്ക് 1,00,000 രൂപ ഒന്നാം സമ്മാനമായിട്ട് കിട്ടി. ഇതിനിടയ്ക്ക് അവർ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഇവർക്ക് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ വായിക്കാം. അങ്ങനെ 8 മണിക്കൂർ ഇങ്ങനെ കഷ്ടപ്പെട്ട് പിടിച്ച് നിന്ന 10 കുട്ടികളാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരുടെ ഉത്കണ്ഠ ലെവലൊക്കെ ഇങ്ങനെ അളന്നു നോക്കിയായിരുന്നു. അങ്ങനെ ഒന്നാം സമ്മാനം മേടിച്ച പെൺകുട്ടിക്ക് കിട്ടിയത് 89 മാർക്ക് 100-ൽ. അവിടെയും ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മത്സരം ഡയറക്റ്റായിട്ട് പറയുന്നത് മൊബൈൽ അഡിക്ഷനെ കുറിച്ച് തന്നെയാണ്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി എല്ലാ വർഷവും ദ വേർഡ് ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞൊരു വാക്ക് സെലക്ട് ചെയ്യാറുണ്ട്. ഈ വർഷം 2024 അവർ സെലക്ട് ചെയ്ത വാക്ക് ബ്രെയിൻ റോട്ട് എന്ന വാക്കാണ്. വാക്കിനർത്ഥം നിസാരവും നിലവാരം കുറഞ്ഞതുമായ ഓൺലൈൻ കണ്ടൻറ്റിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ഒരു മനുഷ്യനിൽ മാനസികവും ഭൗതികവുമായി സംഭവിക്കുന്ന അപജയത്തെയാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയാം. പച്ച മലയാളത്തിൽ തലച്ചോറിൻ്റെ ചീയൽ എന്നൊക്കെ പറയാം. ചീഞ്ഞു പോവാണ് തലച്ചോറ്. ആരുടെ ചീഞ്ഞു പോകുന്നത്? ന്യൂജൻ ആൾക്കാരുടെയാണ്. ന്യൂജൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ ഡിവിഷൻസും ഉണ്ട്. 2010 ശേഷം ജനിച്ചവരെ ജെൻ ആൽഫ എന്ന് പറയാം. ഇപ്പോൾ ഈ ജെൻ ആൽഫയിൽ പെട്ട കുട്ടികൾക്കാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. ജെൻ ആൽഫയിൽപ്പെട്ട കുട്ടികളുടെ പദാവലി, അവരുടെ ഭാഷാരീതി, അവരുടെ പെരുമാറ്റ രീതിയൊക്കെ ഡിഫറെൻ്റാണ്. നമുക്ക് പലതും മനസ്സിലാവുന്നില്ലെന്നുള്ളൂ. ക്ലാസ്സിലെ അധ്യാപകരെ ഇവർ അമ്മാവൻ വൈബ് എന്ന് വിളിക്കുന്നത്. അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെ ക്രിഞ്ച് എന്നാണ് പറയാം. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടേതായ ലോകം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അധോലോകം, ഒരു പാരലൽ അധോലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാം. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ചന്തസ്ഥലത്തിരിക്കുന്ന കുട്ടികളുടെ ഉപമ പറയുന്നുണ്ട്. ഇന്നാണ് ഈശോ ഈ ഉപമ പറയുന്നതെങ്കിൽ ഈശോ ഉപയോഗിക്കാൻ പോകുന്നത് ജെൻ ആൽഫയിലെ കുട്ടികളെക്കുറിച്ചായിരിക്കും. വളരെ അപകടം പിടിച്ച രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയൻ പാർലമെൻറ്റ് ഒരു ബില്ല് പാസ്സാക്കി. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ആരും തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കയറാൻ പാടില്ല. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും തന്നെ നിയന്ത്രണങ്ങളുണ്ട്. രക്ഷിതാക്കളുടെ പെർമിഷൻ വേണം. അമേരിക്കയിലായാലും ചൈനയിലായാലും അവിടെയും നിയന്ത്രണങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് ഇതിനൊരു നിയന്ത്രണവും ഇല്ലാത്തത്. നമ്മുടെ കുട്ടികൾക്ക് ബ്രെയിൻ റോട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.